بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അമറനാ ബിൽ ഇജ്തിമാഅ വനഹാനാ അനിൽ ഫിർഖ. فقال تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കിഴക്കൻ മേഖല ഇസ്ലാഹി സെന്ററിൻ്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മലിക്കുൽ ജബ്ബാറായ നാഥൻ നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ ജുമാ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നാം ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള നമ്മുടെ ഒരുമിച്ച് കൂടലും ഈ സംസാരവും അത് കേൾക്കലുമെല്ലാം സ്വാലിഹായ അമലായി പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എനിക്ക് സംസാരിക്കേണ്ട വിഷയം നോട്ടീസ് മുഖേന നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. സത്യവിശ്വാസികളാണ്, അവർ സഹോദരങ്ങളാണ്. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളെല്ലാവരും സഹോദരങ്ങളുമാണ്. നമ്മളെ എല്ലാവരെയും ഈ വേദിയിൽ ഒരുമിപ്പിച്ചത്, നമ്മളെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു മഹത്തായ ആദർശമാണ് എന്ന് നമുക്കറിയാം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമത്ത് തൗഹീദ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അതിൻ്റേതായ രൂപത്തിൽ പറയുകയും അതിൻ്റേതായ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരങ്ങളാണ്. അതിനാൽ നമ്മൾ ഒന്നാണ്.
നമുക്കിടയിൽ വേർതിരിവുകളോ ഭിന്നിപ്പുകളോ കുഴപ്പങ്ങളോ ഇല്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാനസികമായി അകന്നു നിന്നിരുന്ന എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നായി മാറുകയും ഐക്യപ്പെടുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ അത് കനിഞ്ഞ് അരുളിയ നാഥന് നമ്മൾ ശുക്ർ പറയുക, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. സഹോദരങ്ങളെ, മനസ്സുകൾ തുറന്നു വെക്കുക. പരസ്പരം അറിയാനും പരസ്പരം അടുക്കാനും പരസ്പരം ഉൾക്കൊള്ളുവാനും നമ്മൾ ഈ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി പ്രാർത്ഥനകൾ നിറഞ്ഞ മനസ്സുമായി നമ്മൾ കഴിച്ചുകൂട്ടുക. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മിൽ ചൊരിയും എന്ന പ്രതീക്ഷ നമ്മൾ കൈവിടാതിരിക്കുക. നമ്മുടെ ആദർശത്തിൽ ഐക്യപ്പെട്ട സമൂഹമാണ്. ആ ഐക്യം അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ചാണ്. അല്ലാഹു തആലയാണ് നമ്മളോട് ഒന്നിക്കാൻ പറഞ്ഞത്. ആ ഒന്നിക്കാൻ പറഞ്ഞപ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ ഹബിലിനെ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ഇത് പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ടാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ അള്ളാഹുവിന്റെ ഹബ്ലിനെ മുറുകെ പിടിക്കുവാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ അള്ളാഹുവിന്റെ ഭാഷം വിശുദ്ധ ഖുർആനാണ്. അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരപ്പെട്ട സുന്നത്തുകളുമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കുന്ന സന്ദർഭമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും കാത്തിരുന്നൊരു സന്ദർഭമാണ്. ഇതെല്ലാവരും സംസാരിച്ച ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ മാസത്തിലെ ഡിസംബറിൽ കോഴിക്കോട് കടപ്പുറത്ത് മുവഹിദുകളായ ആളുകൾ സംഗമിച്ചപ്പോൾ ആ സംഗമം ഒരു ചരിത്രമായി മാറി. ആദരണീയനായ KNM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ DP അബ്ദുള്ള കോയ മദനി അവർകൾ ജിദ്ദയിലെ മുജാഹിദ് ഐക്യ സമ്മേളന നഗരിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തെ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസമുണ്ട്. അത് മുജാഹിദുകളുടെ ഐക്യ ദിവസമായിരുന്നുവെന്നാണ്. അത് ചരിത്രം രേഖപ്പെടുത്തിയെന്നാണ്. കഴിഞ്ഞ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഒരുമിച്ചുകൂടൽ, നമ്മുടെ ഐക്യം ഒരു ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞുവെന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ശരിയാണ്. സഹോദരങ്ങളെ, ഈ ഐക്യം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നമുക്കുമുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അതുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ഭിന്നിപ്പ് ഒഴിവാക്കുവാനും കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി, ഏകോദര സഹോദരങ്ങളായി, ഒരാദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരങ്ങളായി മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉന്നതമാണ്. ഈ ആദർശം ഉന്നതമാണ്. എവിടെയും തുറന്നു പറയാൻ കഴിയുന്ന, ആരുടെ മുമ്പിലും കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന, ആരോടും പരസ്യമായി വിളിച്ചു പറയാൻ കഴിയുന്ന ഉന്നതമായ ആദർശമാണ് കലിമത്ത് തൗഹീദിന്റെ ആദർശം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാരെ ഭൂമിലോകത്തേക്ക് നിശ്ചയിച്ചു പറഞ്ഞയച്ചത് ഈ ആദർശത്തിന് വേണ്ടിയാണ്. ലോകത്ത് വന്ന സകലമായ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായത്തോട് പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന ആദർശമാണ് മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായത്തോട് പ്രഖ്യാപിച്ചത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു. ഈ മഹിതമായ ആദർശത്തിന്റെ പിന്നിൽ ഇത് കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ ആദർശത്തിന് വേണ്ടി മരണപ്പെടുവാനും ആ ആദർശത്തിലായി വലിച്ചു പോകുവാനും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മുവഹിദുകളാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരെയും എൻ്റെ സഹോദരിമാരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തമരായി മാറിയത്? ഈ സമൂഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, മുസ്ലിം സമുദായം ഉത്തമ സമൂഹമാണ് എന്ന് അല്ലാഹു തആലയാണ് പറഞ്ഞത്. പടച്ചതമ്പുരാൻ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ജനങ്ങളിൽ നിന്നും പുറപ്പെടുവിപ്പിക്കപ്പെട്ട സമുദായങ്ങളിൽ ഉത്തമ സമൂഹം നിങ്ങളാണ്. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിലക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുന്നവരാണ്. ആ നിലക്കുള്ള സമൂഹമായതുകൊണ്ട് നിങ്ങൾ ഉത്തമ സമൂഹമാണ്. സഹോദരങ്ങളെ, ആ ഒരു ക്വാളിറ്റി, ആ ഒരു വിശേഷണമാണ് നമ്മൾ, നമ്മുടെ ഈ സംഘം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും എല്ലാവരും ഇതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. നന്മ കൽപ്പിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിലക്കുന്ന, അത് വിരോധിക്കുന്ന, അതിനോടൊരിക്കലും സമരസപ്പെട്ടു പോകാത്ത, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവരാണ് ഉത്തമ സമൂഹമെന്ന് പടച്ചതമ്പുരാൻ അവന്റെ കിതാബിലൂടെ നമ്മെ അറിയിക്കുമ്പോൾ ആ സമൂഹം നമ്മളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, നമ്മൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. കാരണം നമ്മൾ പ്രവാചകന്റെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിലക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ഉത്തമ പ്രബോധക സംഘമായി നമ്മൾ മാറേണ്ടതുണ്ട്, നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് സഹോദരങ്ങളെ, കൂട്ടായ പ്രവർത്തനങ്ങൾ ഫലം കണ്ടെത്തും. ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടായ പ്രവർത്തനങ്ങൾക്കാണ് വിജയം കണ്ടെത്തുവാൻ കഴിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ മാറ്റം സഹാബാക്കളിൽ നമുക്കറിയാം. അവർ മാനസികമായി ഐക്യപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ ഐക്യമാണ്, അവരുടെ ഒരുമയാണ്, അവരുടെ യോജിപ്പാണ് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതിയത്. മക്ക രാജ്യത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ച 13 വർഷക്കാലം പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. പ്രവാചകൻ സഹാബികളും തങ്ങളുടെ വിശ്വാസം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയാതിരുന്ന അക്കാലഘട്ടം 13 വർഷക്കാലം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് മദീനയിലേക്ക്, യസ്രിബിലേക്ക് കടന്നു വരികയാണ്. അവിടെ എത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, ആ സമൂഹത്തെ, പ്രബല ഗോത്രങ്ങളെ, വിശ്വാസികൾക്കിടയിൽ മുഹാജിറുകളും അൻസാറുകളും ഔസും ഖസ്റജും പരസ്പരം ഒരു മാലയിൽ കോർത്തിറക്കിയ മുത്തുമണികളെ പോലെ മനസ്സുകൾ അടുപ്പിച്ചു നിർത്തിയെങ്കിൽ ആ അടുപ്പമായിരുന്നു, ആ ഐക്യമായിരുന്നു, ആ സാഹോദര്യ ബോധമായിരുന്നു സഹോദരങ്ങളെ പിന്നീട് ഇസ്ലാമിന്റെ ശക്തമായ, വ്യക്തമായ വളർച്ചയ്ക്ക് സഹായകമായി മാറിയത് എന്ന് നമുക്കറിയാം. അതാണ് ഈ സംഘത്തിൽ നിന്നും വിശുദ്ധ ഇസ്ലാം ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും യോജിക്കുക, എല്ലാവരും ഒന്നാവുക, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറുക, ശക്തമായി മുന്നേറുക. പടച്ചതമ്പുരാന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. കലർപ്പില്ലാത്ത വിധം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വന്ന് 23 വർഷം കൊണ്ട് എന്തൊക്കെ ദീനായി ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളും കലർപ്പില്ലാത്ത വിധം ഖിയാമത്ത് നാൾ വരേക്കും ദീനായി നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് അതിനു വേണ്ടി പണിയെടുക്കാൻ ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി മാറണം. അല്ലാഹു തആല അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ശക്തമായി മുന്നോട്ട് പോകാൻ, സമൂഹത്തിൽ നിലകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോകാൻ, ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കരുത്ത്, അവരുടെ ശേഷി, അവരുടെ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ
അതിനൊരു സഹായ ഘടകമാണ് നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഒരുമ. അതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആ രഞ്ജിപ്പ ഐക്യം, ആ ഒരുമയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നൽകിയ ഒരു നിഅമത്തായിട്ടാണ് പടച്ചതമ്പുരാൻ അതെടുത്തു പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. എന്താണ് അനുഗ്രഹം? ഇത് കുന്തും അഅദാഅ, നിങ്ങൾ ശത്രുക്കളായിരുന്നു, എന്നിട്ടോ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ പടച്ചതമ്പുരാൻ ഇണക്കമുണ്ടാക്കിയപ്പോഴോ ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ നിഅമത്തോടുകൂടെ, അവന്റെ അനുഗ്രഹത്തോടുകൂടെ നിങ്ങൾ ആരായി മാറി? സഹോദരങ്ങളായി മാറി. നിങ്ങൾ എങ്ങനെയാണെന്നറിയുമോ? ഇതിനു മുമ്പ് സഹോദരങ്ങളാകും മുമ്പ്, നിങ്ങൾ യോജിക്കും മുമ്പ്, നിങ്ങൾ ഒരുമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയുമോ? വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. എന്നിട്ടോ ഫഅൻഖദകും മിൻഹാ, എന്നിട്ട് പടച്ചതമ്പുരാൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതെ, അല്ലാഹുവാണ് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത്. അല്ലാഹുവാണ് നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ നിഅമത്തിനെ നാം തിരിച്ചറിയുക. ഈ നിഅമത്ത് അത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് സ്വന്തത്തിനും നമ്മുടെ ഈ കൂടിച്ചേരലിനും നമ്മുടെ സംഘത്തിനും ഒപ്പം മുസ്ലിം സമുദായത്തിനും നമ്മുടെ നാടിനും ഈ ഒരുമിച്ച് കൂടൽ അനുഗ്രഹമായി മാറാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന് നമ്മളത് പഠിക്കുക. എങ്ങനെ യോജിക്കണം? അത് മാനസികമായിട്ടാണ്, മനസ്സോട് ചേർത്ത് വെക്കണം. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ മദീനയുടെ ഭരണാധികാരി, ഇസ്ലാമിക നേതൃത്വം ആർക്ക് വേണം എന്ന വിഷയത്തിൽ സംസാരമുണ്ടായപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തികളിൽ ഒന്നാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ രണ്ടാമനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, കൈ നീട്ടുക, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. ഇസ്ലാമിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ, ഖിലാഫത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ താങ്കൾ കൈനീട്ടു, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. ആ സമയത്ത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതൊരു ഭൂമിയാണ് എന്നെ താങ്ങുക, ഏതൊരു ആകാശമാണ് എനിക്ക് തടഞ്ഞിട്ട് തരിക? അബൂബക്കർ ജീവിച്ചിരിക്കെ, അബൂബക്കറിന്റെ സമുദായത്തിൽ, അബൂബക്കർ ഉള്ള ഒരു സമൂഹത്തിൽ ഞാൻ അമീറായി മാറിയാൽ ഏതൊരു ഭൂമിയാണ് എന്നെ താങ്ങുക, ഏതൊരു ആകാശമാണ് എനിക്ക് നിഴൽ വിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂബക്കർ, ഉമർ, താങ്കൾ എന്നേക്കാൾ ശക്തനാണ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ, താങ്കൾ എന്നേക്കാൾ അഫ്ളലാണ്, ശ്രേഷ്ഠവാനാണ്. ഇങ്ങനെ പരസ്പരം സഹോദരങ്ങളെ അറിഞ്ഞും പറഞ്ഞും ഒന്നിച്ചും ഒരുമിച്ചും മനസ്സുകൾ ചേർത്ത് വെച്ചും അങ്ങുമിങ്ങും ഒരുമിച്ചു കൂടിയും അങ്ങനെയാണ് ആ സ്വഹാബത്ത് മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഹിജ്റ കടന്നു വന്ന സമയം, ഹിജ്റയുടെ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കർമ്മം എന്താണ്? അവിടെയുള്ള മുഹാജിറുകളെയും അൻസാറികളെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന പലായനം ചെയ്ത ഒരുപറ്റം സ്വഹാബത്ത്, പാവങ്ങളിൽ പാവങ്ങളായ മണിപ്പേഴ്സ് കാലിയാക്കി മനസ്സിൽ ഈമാൻ നിറച്ചുകൊണ്ട് മക്ക വിട്ട് മദീനയിലേക്ക് വന്ന ആ മുഹാജിറുകളെ മദീന നിവാസികളായ അൻസാരികളുമായി സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധമുണ്ടല്ലോ, ആ സാഹോദര്യ ബന്ധം, ആ ഒരുമയുണ്ടല്ലോ, ആ സ്വരുമയുണ്ടല്ലോ, അത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതാ ഒരു സ്വഹാബി, ഒരു അൻസാരിയായ സ്വഹാബി, മുഹാജിറായി തനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹോദരനാക്കി തന്ന ആ സഹോദരനോട് പറയുന്നു, സഹോദര, എനിക്ക് 2 ഭാര്യമാരുണ്ട്, താങ്കൾക്ക് ആരെയാണോ ഇഷ്ടമുള്ളത് അവളെ പറയുക, ഞാൻ അവളെ തലാക്ക് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാം, നിങ്ങൾ അവളെ സ്വന്തമാക്കൂ എന്ന് പറയുന്നിടത്തോളം ആ സാഹോദര്യ ബന്ധം ശക്തമായിരുന്നുവെങ്കിൽ, അത് ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് ഒരുമിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനിലും ആ പ്രവാചകന്റെ സ്വഹാബത്തിലുമാണ് നമുക്കുള്ള മാതൃക എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് ബഹിതമായ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടവർ, അതൊക്കെ സ്വന്തമാക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാവരും
ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ, ഈമാൻ ഉൾക്കണ്ട, അതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയ, അത് ആഗ്രഹിക്കുന്ന വിശ്വാസികളായ നമ്മൾ ആ ഖുർആൻ പറയുന്ന മഹിതമായ ഗുണങ്ങളെ നമ്മോട് ചേർത്ത് വെക്കേണ്ടവരാണ്. ഒരു മഹിതമായ ഗുണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശ്വാസികളുടെ പ്രത്യേകത റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കാരുണ്യമുള്ളവരാണ്, കരുണ കാണിക്കുന്നവരാണ്, പരസ്പരം ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അവർ അങ്ങുമെങ്കും കാരുണ്യമുള്ളവരാണ് എന്ന് അല്ലാഹു തആല വിശ്വാസികളുടെ മഹിത ഗുണമായി എടുത്തു പറയുമ്പോൾ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നിലക്കുള്ള മഹിതമായ ഗുണം ഈ വിഷയത്തിൽ, കലിമത്ത് തൗഹീദിന്റെ യോജിപ്പിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളുടെ ഗുണമാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുക. ഈ വിശുദ്ധ ഇസ്ലാം, അല്ലാഹു തആല നമുക്ക് നൽകിയ മതം, അല്ലാഹുവിന്റെ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാമാണ് എന്ന് പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുമ്പോൾ, ആ മതം ഇത് അല്ലാഹു നമുക്ക് നൽകിയതാണ്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ മതം പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നതാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഇസ്ലാം വെടിഞ്ഞ് ഇസ്ലാമിനെ ഒഴിവാക്കി ഈമാനില്ലാത്ത രൂപത്തിൽ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, അങ്ങനെ മരിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് ഓരോ നമസ്കാരത്തിന്റെ വേളയിലും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ മറ്റുള്ള ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. അവന്റെ ഇഷ്ടത്തനുസരിച്ച്, അവന്റെ തൃപ്തിക്കനുസരിച്ചായിരിക്കും എന്റെ എല്ലാ കാര്യങ്ങളുമെന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ നെഞ്ചത്ത് കൈകൾ കെട്ടി ആത്മാർത്ഥമായി പ്രതിജ്ഞയെടുക്കുന്ന വിശ്വാസികൾ അവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദീൻ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഉണ്ടാകണം. നമ്മളുടെ ജീവിതത്തിലൂടെ ഈ ദീൻ പ്രചരിക്കണം. ആളുകൾ എന്തൊക്കെ തടഞ്ഞു വെച്ചാലും ഈ ദീൻ പ്രചരിക്കുന്ന വിഷയത്തിൽ, അത് പറയുന്ന ആളുകളുടെ വിഷയത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ, മാർഗതടസ്സങ്ങൾ, എന്തൊക്കെ ഭീഷണികൾ ഉണ്ടാക്കിയാലും പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ ആളുകളും യഥാർത്ഥ ഇസ്ലാമായി മാറിയാൽ അത് കണ്ട് അവരുമായി കൂടുന്ന ആളുകൾ, അവരെ കാണുന്ന ആളുകൾ, അവരെ കണ്ട് പരിചരിക്കുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാമിനെ തിരിച്ചറിയാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോൾ അതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദീൻ അതിന്റെ ആദർശ മഹിമ കെടാതെ അത് കൃത്യമായി നിലനിൽക്കേണ്ടതുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഈ ദീൻ നിലനിൽക്കണം. അത് നിർവഹിക്കേണ്ട ആളുകൾ നമ്മളാണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഉത്തരവാദിത്വം പടച്ചതമ്പുരാൻ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നാമും ആ കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോകണം. ഈ ദീൻ കലർപ്പില്ലാതെ ഈ നാട്ടിൽ നമ്മുടെ ഇടയിൽ നിലനിൽക്കണം. ആളുകൾക്ക് ഇത് മനസ്സിലാകണം. എന്താണ് ഇസ്ലാം എന്ന് അന്വേഷിക്കുന്നത് മനുഷ്യന് സത്യസന്ധമായ കൃത്യമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും അതിന്റെ വിശ്വാസ സംഹിതകളും അതിന്റെ കർമ്മകാര്യങ്ങളുമൊക്കെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ ഈ ദീൻ അതിന്റെ യഥാവിധം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ. ആളുകൾക്ക് ഈ സത്യദീൻ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാൻ അതിനു വേണ്ടിയാണ് നമ്മളുടെ കൂട്ടായ്മ, നമ്മുടെ ഉത്തരവാദിത്വം അതാണ് എന്ന് മനസ്സിലാക്കുക. പരലോക വിജയത്തിന്റെ ഒന്നാമത്തെ നിദാനം എന്താണ്? തൗഹീദാണ്. നമ്മൾ ഖുതുബയിൽ കേട്ടു, അതിന് മുമ്പുള്ള പ്രസംഗത്തിൽ കേട്ടു, തൗഹീദില്ലാത്തൊരു മനുഷ്യന് രക്ഷയില്ല, പരലോകത്ത് രക്ഷയില്ല. പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ നോട്ടം അത്തരം ആളുകളിലേക്ക് ഉണ്ടാകില്ല. മുവഹിദായി ജീവിക്കുന്ന മനുഷ്യൻ അവനാണ് വിജയിക്കാൻ കഴിയുക എന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ തൗഹീദ് മുഖ്യ പ്രബോധനത്തിന്റെ വിഷയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദുകൾ കേരള സംസ്ഥാനത്തിൽ. അതിന്റെ ആളുകളാണ്, അതിന്റെ വക്താക്കളാണ്, അതിന്റെ പ്രവർത്തകന്മാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ കലർപ്പില്ലാത്ത വിധം
കലർപ്പില്ലാത്ത വിധം ഈ തൗഹീദ് ആളുകളിലേക്ക് എത്തിച്ച് ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘം ഈ നാട്ടിൽ അനിവാര്യമാണ്. അതില്ലാതിരുന്നുകൂടാ, അത് നശിച്ചുകൂടാ, അത് നാമാവശേഷമായി കൂടാ, അത് ദുർബലപ്പെട്ടുകൂടാ. അതിനുവേണ്ടി കൂടിയാണ് സഹോദരങ്ങളെ ശക്തി പകരാൻ, മാനുഷികമായ ശക്തി പകരുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ ശക്തമായി തൗഹീദിന്റെ വിഷയത്തിൽ, പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നിരന്തരമായ പ്രബോധന പ്രവർത്തനം അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പാതയായിരുന്നു. അവർക്ക് വിശ്രമമുണ്ടായിട്ടില്ല. അവർ പ്രബോധനത്തിലാണ്, എവിടെയും ദഅവത്തിന്റെ മാർഗത്തിലാണ് നമുക്ക് പ്രവാചകന്മാരെ കാണാൻ കഴിയുക. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അവൻ തിരഞ്ഞെടുത്ത അവന്റെ പ്രവാചകന്മാർക്ക് അവൻ നൽകിയത്. അത് പ്രബോധന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ആ പ്രബോധന പ്രവർത്തനങ്ങൾ അത് നിന്നുകൂടാ, അത് മുന്നോട്ട് പോകണം. എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഒരു വിശ്വാസിയുടെ, ഒരു മുവഹ്ഹിദിന്റെ വിശ്രമം എവിടെയാണ്? ദുനിയാവിലല്ല, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലാണ്. ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഫൈദാ ഫറഗത ഫൻസബ്, ഒന്നിൽ വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പോവുക. അതെ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മുന്നോട്ട് പോവുക. ആ നിലക്ക് നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരുമിക്കൽ കൊണ്ട് സാധ്യമാകണം. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ നാട്, നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ആളുകളുടെ അവസ്ഥകൾ പരിതാപകരമല്ലേ? ജീർണിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെയില്ലേ? അതിതീവ്രതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമില്ലേ? ഇത് രണ്ടിനും ഇടയ്ക്ക് മധ്യമ സമുദായം, ഉമ്മത്തൻ വസത, മധ്യമ സമൂഹമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഒരു ഉത്തമ സമുദായമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് സഹോദരങ്ങളെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? എന്താണ് ഈ പ്രസ്ഥാനം, ഈ ആദർശ പ്രസ്ഥാനം ഇല്ലാതിരുന്നുവെങ്കിൽ, ഇതിന്റെ മൺമറഞ്ഞു പോയ നേതാക്കന്മാർ അക്കാലഘട്ടത്തിൽ പണിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സുഖം അനുഭവിക്കുന്ന ആളുകളാണ്. അവർ വെട്ടിത്തെളിച്ച പാതയിലൂടെ കല്ലുകളും മുള്ളുകളും നീക്കി അവർ വിരിച്ച വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന ആളുകളാണ്. നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ളത്? ഒരുപാട് സംഗതികൾ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറില്ലേ? മുടിയുണ്ട് നമ്മുടെ നാട്ടിൽ, പൊടിയുണ്ട് നമ്മുടെ നാട്ടിൽ, ചട്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെയോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് പ്രവാചകൻ വിളിച്ച ആ ഖാലിദിന്റെ കോട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെരുപ്പുണ്ട്. ടിവികളിലൂടെ പരസ്യം ചെയ്ത് അതിന്റെ മോഡലിൽ വിറ്റുകൊണ്ട് ഒരു കൂട്ടർ ജീവിക്കുന്നു. 10 സലാത്തുകളുണ്ട്, അതിനു വേണ്ടിയുള്ള ജാഥകളുണ്ട്. പിന്നെയോ തീർന്നിട്ടില്ല, ഒരുപാട് സംഗതികൾ ഇസ്ലാമിന്റെ പേരിൽ. ഇതൊക്കെയാണ് ഇസ്ലാം, ഇത് ചെയ്യുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ പ്രചണ്ഡമായ പ്രചാരവേലകൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലശേഷം ഈ സമുദായത്തിന് വേണ്ടി ഒഴിവാക്കി പോയ തിരുശേഷിപ്പുകൾ അവിടുത്തെ മുടിയല്ല, അവിടുത്തെ നഖങ്ങളല്ല, അവിടുത്തെ കബറിന്മേൽ വന്നുകൂടുന്ന പൊടി പടലങ്ങളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത്ത് റസൂലി. നിങ്ങളിൽ ഞാൻ 2 കാര്യം വിട്ടേച്ചു പോവുകയാണ്. ഏതൊരു മുവഹ്ഹിദിനും കാണാതെ അറിയുന്ന ഹദീസാണത്. 2 കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പിഴവ് സംഭവിക്കുകയില്ല. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണത്, വസുന്നത്ത് റസൂലി, അവന്റെ പ്രവാചകന്റെ ശരീഅമാണത് എന്ന് ആ 2 തിരുശേഷിപ്പുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് പോയതെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ നമ്മളാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും കയ്യിലേന്തിയിട്ട് സമുദായത്തിലേക്ക് ഇറങ്ങി, ഇതാ നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങൂ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരൂ, ഇവിടെയാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഇതാണ് സ്വർഗത്തിന്റെ പാത എന്ന് വിളിക്കുന്ന ആളുകൾ നമ്മളാണ്. നമ്മൾ തളർന്നുകൂടാ,
നമ്മൾ ദുർബലപ്പെട്ടുകൂടാ, നമ്മൾ ശക്തമാകണം, നമ്മൾ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണം. നമുക്കതിന്റെ ബാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന മോശമായ വിശ്വാസങ്ങൾ, വൈകൃതങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത എന്റേതും നിങ്ങളുടേതുമാണ്. ഇത് മനസ്സിലാക്കിയ ആളുകളുടേതാണ്. നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. ഈ ആദർശത്തെ പുൽകാൻ സാധിച്ചതിൽ, ഈ ആദർശത്തെ തിരിച്ചറിയാൻ സാധിച്ചതിൽ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് അള്ളയല്ലാത്തൊരു വിളി ഉണ്ടാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു ചെരുപ്പിന്റെ വാറ്, ഒരു ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയാൽ പോലും നീ വിളിക്കേണ്ടത് അല്ലാഹ്, അല്ലാഹുവേ എന്നാണ്. അതെ, ആ രൂപത്തിലേക്ക് നമ്മളുടെ മനസ്സുകൾ മാറിയതാണ്. നമ്മൾ മാറി. നമ്മൾ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. ഹിസ്ബുല്ലാഹ് പടച്ചവന്റെ പാർട്ടിയാണ്, അല്ലാഹുവിന്റെ പാർട്ടിയാണ് വിജയിക്കുക. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും പാർട്ടികളാണല്ലോ. ഖുർആൻ ചില പാർട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ്ബുൽ ശൈത്താൻ, പിശാചിന്റെ പാർട്ടിയുണ്ട്. ഹിസ്ബുല്ലാഹ്, അല്ലാഹുവിന്റെ പാർട്ടിയുണ്ട്. അതെ, നമ്മൾ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ് വിജയിക്കുക എന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോൾ ആ മുഫ്ലിഹുകളിൽ, ആ വിജയികളിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലയിലും ഖീലയിലും മാലയിലും മൗലൂദിലും ഇന്നും ആളുകൾ കഴിച്ചുകൂട്ടുകയാണ്. ഒരു വേള അത് ശക്തമായി കൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും മൗലിദുകൾ ഇറക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ട്? സത്യം മനസ്സിലാക്കിയ, ഇത് തിരിച്ചറിഞ്ഞ നമ്മളല്ലാതെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ. ശത്രുക്കളുമായി ഏറ്റുമുട്ടുവാനുള്ള സന്ദർഭത്തിൽ ഒന്നുമില്ലാത്ത പാവങ്ങളിൽ പാവങ്ങളായ 313 സഖാക്കളുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് ഇറങ്ങിയപ്പോൾ ബദർ രണാങ്കണത്തിൽ ആ ഏറ്റുമുട്ടലിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാഥനോട് സുദീർഘമായി നടത്തിയ പ്രാർത്ഥനയുണ്ടല്ലോ. അല്ലാഹുമ്മ യൻതുഹ്ലിക ഹാദിഹിൽ ഉസാബ, പടച്ചവനെ, ഈ ചെറു സംഗമങ്ങാനും നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാഥ, നിന്നെ ആരാധിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല. ഈ സംഗമങ്ങാനും ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെട്ടു പോയാൽ തമ്പുരാനെ, നിന്നെ ആരാധിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് നാഥ സഹായിക്കണേ, സഹായിക്കണം നാഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയാന്വിതനായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന നമ്മളുടേത് കൂടിയാണ്, നമുക്ക് കൂടി വേണ്ടിയാണ്. നാഥ, ഈ സംഘം തകർന്നു പോയാൽ, ഈ സംഘം ദുർബലമായി പോയാൽ, ഈ സംഘത്തിന്റെ ശക്തി ക്ഷയിച്ചാൽ തമ്പുരാനെ, നിനക്ക് വേണ്ടി ആരാധിക്കുവാനും നിനക്ക് വേണ്ടി സംസാരിക്കുവാനും നിന്നെ മാത്രം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയാൻ പടച്ചവനെ ഈ നാട്ടിൽ വേറൊരു സംഘം ഉണ്ടാകില്ല. അതുകൊണ്ട് നാഥ സഹായിക്കണം, ഈ സംഘത്തെ അനുഗ്രഹിക്കണം തമ്പുരാനെ എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മിൽപ്പെട്ട ഓരോ ആളുകളും ഓരോ പ്രവർത്തകരും അവന്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇത് തകർന്നുകൂടാ, ഇത് തളർന്നുകൂടാ, ഇത് തരിപ്പണമായി കൂടാ, ഇത് ചിഹ്ന ഭിന്നമായി കൂടാ. ഇത് ഒന്നിച്ച് പ്രവാചകന്റെ സ്വഹാബത്ത് എങ്ങനെയാണോ ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് പോയത്, അതേപോലെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയണം. അതിനുവേണ്ടിയാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അതിന് ഒരു പ്രചോദനം നൽകുവാനാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ. നമ്മുടെ ആളുകൾ, നമ്മുടെ നേതാക്കന്മാർ, ഇതിന്റെ സംഘാടകർ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൂട്ടിയത് ഈ കാര്യമൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് പറയാനും ഒന്നിച്ചിരുന്ന് കേൾക്കാനുമാണ്. നമ്മൾ മുവഹിദുകളാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ആകാശം മുട്ട പാപം ചെയ്താലും ഭൂമി നിറയെ പാപം ചെയ്താലും എന്നിൽ ശിർക്ക് വെക്കാത്തവനായി നീ എന്നെ കണ്ടുമുട്ടിയാൽ നിന്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തരാം. ഫലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമല്ല. ആകാശം മുട്ട പാപങ്ങൾ നിറച്ചു വന്നാലും ഭൂമി നിറയെ നിന്റെ പാപമുണ്ടെങ്കിലും എന്നിൽ ശിർക്ക് വെക്കാത്തവനായി, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായി, ഒരു മുവഹിദായി പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ അല്ല പറയുന്നു, ഞാൻ നിനക്കത് പുറത്തു തരാം. ഫലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി തേടുന്ന ആളുകളാണ്. പടച്ചവന്റെ പാർട്ടിക്കാരായി ആ തൗഹീദിന് വേണ്ടി പ്രവാചകന്മാർ കൈവഴി തന്ന ആ തൗഹീദിന് വേണ്ടി ഈ നാട്ടിൽ യഥാർത്ഥ ഇസ്ലാം നിലനിൽക്കുന്നതിന് വേണ്ടി പണിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മളെന്ന്
ഓരോ പ്രവർത്തകരും മനസ്സിലാക്കുക. നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ അത് സൂക്ഷിച്ചു വെക്കുക. ഞാനൊരു മുജാഹിദാണ്. എന്താണ് ജിഹാദ്? സത്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, തിന്മക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. അത് വാളെടുത്തുകൊണ്ടല്ലോ. ഖുർആൻ പറഞ്ഞല്ലോ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരോട് ധർമ്മസമരത്തിൽ ഏർപ്പെടുക. ഏറ്റവും വലിയ ധർമ്മസമരം അതാകട്ടെ എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ, അതെ, അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും രണ്ട് കൈകളിലും പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി അന്ധകാരത്തിൽ ആപതിച്ചിരിക്കുന്ന, അന്ധവിശ്വാസങ്ങളിൽ ആണ്ടുകിടന്ന് കൂർക്കം വലിക്കുന്ന മുസ്ലിം സമുദായത്തെ, നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് പോവുക, ശക്തമായി മുന്നോട്ട് പോവുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ ഒരുമ എന്നും നിലനിൽക്കാൻ ഖുതുബയിൽ ദുആ ചെയ്തതുപോലെ ഈ ഐക്യവും ഈ സാഹോദര്യവും ഈ സ്നേഹബന്ധങ്ങളും ഈ ഒരുമയും എന്നും നിലനിൽക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരനോട് വന്ന് പറഞ്ഞു, മൗലവി, ഞങ്ങള് വാപ്പയും ഞാനും ഒന്നായിട്ടോ, ഞാനും എന്റെ ജ്യേഷ്ഠനും ഒന്നായി. TP അബ്ദുള്ള കോയ മദനി ജിദ്ദയിൽ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ മാറി നിന്നപ്പോൾ ഈ സമൂഹത്തിൽ എന്താ പ്രശ്നം ഉണ്ടായത്? കുടുംബ ബന്ധം തകർന്നു പോയി. കുടുംബങ്ങൾ പരസ്പരം ശത്രുക്കളായി. നമ്മൾ ഒന്നായപ്പോഴോ കുടുംബങ്ങളാണ് ഒന്നായത്, കുടുംബ ബന്ധങ്ങളാണ് കണ്ടു ചേർക്കപ്പെട്ടത്. നമ്മൾ ഒന്നാണ് പ്രിയപ്പെട്ടവരെ. ഈ കുടുംബത്തിലെ, ഇസ്ലാം എന്ന കുടുംബത്തിലെ, മുജാഹിദ് പ്രസ്ഥാനം എന്ന കുടുംബത്തിലെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒന്നാണ്. ഒന്നിച്ചു മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഹബലുല്ലാഹിൽ മതീൻ, പടച്ചതമ്പുരാന്റെ ശക്തമായ പാശം, മംദൂദ് മിനസ് സമാ ഇലൽ അർദ്, ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് നീട്ടിയിടപ്പെട്ട അള്ളാഹുവിന്റെ ശക്തമായ പാശം വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പരിശ്രമിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃകയായി, മറ്റുള്ള ആളുകൾക്ക് വെളിച്ചമായി, വഴികാട്ടികളായി ജീവിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി ഈ കൂട്ടായ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ചൊരിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തജ്മഅ കലിമത്തൽ മുസ്ലിമീൻ അലൽ ഹഖ് വത്തഖ്വ. അല്ലാഹുമ്മ ഇജ്അൽനാ ബിഹബ്ലിക മുതമസ്സികീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹി പ്രസ്ഥാനവും വെല്ലുവിളികളും. കുതിർത്തുവാനാണ് ദമാം സെന്റർ ദാഴി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെയും സഹോദരിമാരെയും, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം 150 മണിക്കൂർ സംസാരിച്ചാലും തീരാത്ത ഒരു വിഷയം 15 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന ഒരു വലിയ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ നേരിട്ടുള്ള വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൗഹീദ് എന്ന് പറയുന്നത്. നൂറ്റാണ്ട് മുമ്പ് കേരളക്കര ആൾദൈവങ്ങൾ കൊണ്ടും ഖബർ പൂജകൾ കൊണ്ടും ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ഒടിയനെയും ചാത്തനെയും ജിന്നിനെയും കൂടോത്രത്തെയും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നത്. മക്കയിൽ
ഏതുപോലെ അന്നത്തെ ആളുകൾ വഴികേടിലായിരുന്നോ അതേ വഴികേടിലായിരുന്നോ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിന്റെ അവസ്ഥയും ഈ ളലാലത്തിനെ മറികടക്കാൻ എന്ത് ചെയ്യുമെന്ന് പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കണ്ടു. അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. കേരളത്തിന്റെ കാസർഗോഡ് അവരുടെ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തപ്പോൾ കേരളത്തിന്റെ മലപ്പുറം ജില്ലയിൽ അവിടുത്തെ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് അവരുടെ ഭാഷയിൽ മലയാളത്തിൽ പരിശുദ്ധ ഖുർആനിനെ വിവരിച്ചു കൊടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാണിച്ച ആർജവവും ചങ്കൂറ്റവും അവർക്ക് വീണ്ടും പരിശുദ്ധ ഖുർആനായിരുന്നു. ഹിജറക്ക് മുന്നേ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 52-ാമത്തെ വചനം, വലാ തുതിഇൽ കാഫിരീൻ, നിങ്ങൾ ഒരിക്കലും നിഷേധിക്കുന്ന ആളുകളെ പിൻപറ്റേണ്ടതില്ല പ്രവാചകരെ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജിഹാദിൽ ഏർപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ വചനങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി. 1000 പതിനായിരങ്ങളാണ് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് വഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം പഠിക്കുവാനും അത് മലയാളത്തിൽ മനസ്സിലാക്കുവാനും കേരള ജനത എടുത്ത ആർജവം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാണിച്ചു കൊടുത്ത വഴിത്താര സമൂഹമേ, നേതാക്കളെ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ആലോചിച്ചു, എങ്ങനെ പഠിപ്പിക്കും? രണ്ടാമതായിട്ട് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് ഏറ്റെടുക്കേണ്ടി വന്ന വെല്ലുവിളി വിദ്യാഭ്യാസമായിരുന്നു. അവരവന്റെ പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ, എന്തിനേറെ മദ്രസകളിലേക്ക് പോലും ജഹന്നമിന്റെ മീമും മദ്രസയുടെ മീമും ഒന്നാണെന്ന് മുശാവറകളിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിപ്പിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിച്ച് അവർ അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന്, അതെ, ഈ പ്രസ്ഥാനത്തിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് സ്ത്രീകളിൽ നിന്നും ഡോക്ടർമാരെയും ലേഡി ഡോക്ടർമാരെയും ലേഡി എഞ്ചിനീയർമാരെയും സംവിധാനിച്ചത് ഈ പ്രസ്ഥാനത്തിന് എന്നും ഏറ്റെടുക്കുവാനുള്ള ദൗത്യമാണ്. നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ ഇത്ര കണ്ട് മാറ്റൊരു നടത്തുവാൻ നമുക്ക് കഴിയില്ല. അതാണെങ്കിലോ ദീനുൽ ഇസ്ലാം ആദ്യമായിട്ട് പ്രവാചകനോട് പറഞ്ഞിട്ടുള്ള ഇഖ്റ എന്ന ഒരു വാക്കുമായിരുന്നു. തീർന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പിന്നീട് അങ്ങോട്ട് കാണുന്നത് ജനിക്കുന്ന അവസരം മുതൽ മരിക്കുന്ന അവസരം വരെയുള്ള ബിദ്അത്ത് ഖുറാഫാത്തുകളാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ ഈ നൂറ്റാണ്ടിൽ പോലും 5 ബാങ്ക് വിളിച്ചിട്ട് മുല കൊടുക്കാവൂ എന്ന് പറയുന്ന കാടന്മാർ ജീവിച്ചിരുന്നെങ്കിൽ 1 നൂറ്റാണ്ട് മുമ്പ് കേരളക്കരയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിക്കും മുസൽമാനെ. ആ സമയത്താണ് അല്ലേ ഒരു വേള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകച്ചു നിന്ന് പോയി മുർത്തദ്ദികൾ ഞങ്ങൾ നിങ്ങൾക്ക് സകാത്ത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഘടിച്ചു നിന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വാക്ക് പറഞ്ഞു, യാ ഉമർ അജബ്ബാറുൻ ഫിൽ ജാഹിലിയ വഖബ്ബാറുൻ ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ ധീരനായിരുന്ന അങ്ങ് ഇസ്ലാമിക കാലഘട്ടത്തിൽ ഭീരുവാകുകയോ? അതെ, പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നെഞ്ചേറ്റി പിടിച്ചിട്ട് പറഞ്ഞു, ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കെതിരെ മരിക്കുന്ന അവസരത്തിന്റെ കണ്ണൂക്ക് വരെ എത്തി നിൽക്കുന്ന ആചാര അനാചാരങ്ങളിലേക്ക് വഴികടത്തിവിടാൻ ഈ സമൂഹത്തെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലേക്കും തിരുനബിയുടെ സുന്നത്തിലേക്കും വിളിച്ചു വരുത്തി. തീർന്നില്ല. പ്രസ്ഥാനം നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു സ്ത്രീധനം എന്ന് പറയുന്നത്. 2 പെണ്ണുങ്ങൾ ഉണ്ടായാൽ, 3 പെൺകുട്ടികൾ ഉണ്ടായാൽ, 4 പെൺകുട്ടികൾ ഉണ്ടായാൽ ആ ഉപ്പാക്ക് പിന്നെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടം.
സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ദീനുൽ ഇസ്ലാമിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഘോരം വാദിച്ചിരുന്നവർക്ക് മുമ്പിൽ സ്ത്രീകളാണ് സകാത്തിനല്ല മഹറിന് അർഹരെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള ആർജവം ലോകത്തൊരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും കാണിച്ചിട്ടില്ല. നമുക്കാരാണ് മാതൃക? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വഹാബാ കിറാമുകളായിരുന്നു നമുക്ക് മാതൃകയായിക്കൊണ്ടിരുന്നത്. സംസ്ഥാന സമ്മേളനങ്ങളിൽ മുഴുവൻ 10,000-കണക്കിന് യുവാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു, ഞാൻ ഇനി സ്ത്രീധനം വാങ്ങില്ല. വാങ്ങിയവർ മുഴുവനും തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ പ്രസ്ഥാനം സ്വീകരിച്ച ഏറ്റവും വലിയ നിലപാടായിരുന്നു മലയാളത്തിൽ ഖുതുബ പറയുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഗർജനവുമായി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരെ കൂരമ്പുകൾ പായിച്ചപ്പോഴും മലയാളത്തിൽ നമ്മൾ ഖുതുബ നടത്തി മിമ്പറുകളിൽ നിന്നും ഇറങ്ങി. കേരളീയ ജനത അത് ആസ്വദിച്ചു, ഉൾക്കൊണ്ടു. തീർന്നില്ല. എതിർത്തിരുന്നവർ പോലും 2 ബാങ്കുകൾക്കിടയിൽ ഉറുദി എന്ന പേരിലെങ്കിലും മലയാളത്തിൽ ഖുതുബ നിർവഹിക്കാൻ നിർബന്ധിതരായി പോയി. ആരാണ് മാറ്റം വരുത്തിയത്? ആരാണ് വെല്ലുവിളികൾ അതിജീവിച്ചത്? ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തന്നെ. ഒരു വേള 50 വർഷങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രസ്ഥാനം നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു, നിങ്ങൾ തോഗൂത്ത് ഗവൺമെന്റിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ചവർ, വോട്ട് ഹറാമാണെന്ന് പറഞ്ഞ് വിട്ടുനിന്നവർക്ക് മുമ്പിൽ ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായ നിലപാടോടുകൂടി നിലകൊണ്ടതിന്റെ ഫലം അവരെ കൊണ്ട് പ്രസ്ഥാനമായി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് മത്സരത്തിന് സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്ര നിഷേധിച്ചാലും അത് ഈ പ്രസ്ഥാനം നേരിട്ട വെല്ലുവിളിയെ അതിജീവിച്ചതിന്റെ ഫലമായിരുന്നു. തീർന്നില്ല. ഒരുപാട് സംഗതികൾ പറയാനുണ്ടെങ്കിലും ചുരുക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ് ഈ സമൂഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്? തൗഹീദ് മാത്രമായിരുന്നു? അല്ല. എല്ലാ സമ്മേളനങ്ങളിലും എല്ലാ കവലകളിലും ആരോഗ്യ ക്ലാസുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ, കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകൾ തീർക്കാൻ ഐക്യ സംഘങ്ങൾ. തീർന്നിട്ടില്ല. കാർഷിക സംരംഭങ്ങൾ, കാർഷിക സമ്മേളനങ്ങൾ എല്ലാം ഇസ്ലാമിന്റെ കുടക്കയിൽ നിന്ന് എങ്ങനെ നടത്തുമെന്ന് കാണിച്ചു കൊടുത്ത ഒരേ ഒരു സംഘടന അത് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. കേരളത്തിൽ ആർക്കും എന്തും പറയാം, പക്ഷേ ഹൈന്ദവർ പോലും എഴുതിയിട്ടുള്ള കേരളീയ ചരിത്രത്തിൽ ഈ വിഷയങ്ങളൊക്കെ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ നവോത്ഥാനം, എന്താണ് കേരളത്തിലെ റൈസൻസ്, എന്താണ് അൻ-നഹ്ള എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കർണാടക വരെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയൊന്ന് വായിച്ചു നോക്കുക. ഇന്നെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു? കരണ്ട് കട്ടായാൽ അവിടെ നിന്ന് അങ്ങോട്ട് മുസൽമാന്റെ ഗ്രാമപ്രദേശം ഇന്ന് എങ്കിൽ 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കും മുസൽമാനെ. ആ ഇടങ്ങളിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാർ കടന്നു വന്നത്. അതാണ് മാറ്റം. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാശ്മീരിനെയും കർണാടകയെയും യുപിയെയും അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും ഉണ്ടായ മാറ്റമുണ്ട്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തിയ വെല്ലുവിളികളെ അതിജീവിച്ചത് കൊണ്ടുണ്ടായ ഫലം. അതാണ് ഫലം. ഈ വിഷയത്തെ മനസ്സിലാക്കാൻ, ഈ വിഷയത്തെ ഉൾക്കൊള്ളാൻ ചരിത്രങ്ങൾ പരിധിക്കൊണ്ട് നമ്മൾ നടക്കേണ്ടതുണ്ട്. ആരായിരുന്നു അല്ലേ? ഇന്ത്യയുടെ 68ാമത് റിപ്പബ്ലിക് ഡേ കഴിഞ്ഞു പോയപ്പോ നമ്മളെല്ലാവരും ഒരുപാട് മഹാന്മാരെ വിസ്മരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗാന്ധിജിയെ പറയാതെ ആ വിഷയം പൂർണ്ണമാവുകയില്ല. എങ്കിൽ സ്വതന്ത്രത്തിന് 100 വർഷം മുമ്പ് 1847 ജനിച്ച അസ്സയ്യിദ് സനാഉല്ലാ മഖ്തി തങ്ങൾ 1912 വഫാത്തായി. മലയാളം അറിയുന്ന, ഇംഗ്ലീഷ് അറിയുന്ന, ഹിന്ദി അറിയുന്ന, ഉറുദു അറിയുന്ന, പേർഷ്യൻ ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന സയ്യിദ് സനാഉല്ലാ മഖ്തി തങ്ങൾ ഒരു വലിയ നവോത്ഥാന നായകനായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഹമദാനി ഷെയ്ഖ്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വക്കം അബ്ദുൽ ഖാദിർ മൗലവി, സീതി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തുടങ്ങിയ പ്രമുഖരൊക്കെ അവരൊക്കെ രാഷ്ട്രീയത്തിൽ പോലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചലനങ്ങൾ കാണിച്ചു കൊടുത്ത വ്യക്തികളായിരുന്നു. കെ എം മൗലവിയും, വക്കം മൗലവിയും, പി സയ്യിദ് മൗലവിയും, കെ പി മുഹമ്മദ് മൗലവിയും, മുഹമ്മദ്
മുഹമ്മദ് അമാനി മൗലവിയും KK മുഹമ്മദ് സുല്ലമിയും അലവി മൗലവിയും MCC സഹോദരങ്ങളും ഉമർ മൗലവിയും ഈ വെട്ടിത്തെളിച്ച വഴിത്താരിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വന്ന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയ മഹാരഥന്മാരാണ്. അവരെ വിസ്മരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനൊരു ചരിത്രം പറയാനില്ല എന്റെ സഹോദരങ്ങളെ. അവരൊക്കെ ഏത് ആദർശത്തിന് വേണ്ടി പടവരുതിയോ, എന്തിനു വേണ്ടി നിലകൊണ്ടോ, അതിനുവേണ്ടി ആദർശത്തിൽ അടിയുറച്ചു നിന്ന് നിലകൊള്ളാൻ നമ്മളും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങൾ കഴിഞ്ഞു. ഇസ്ലാഹി പ്രസ്ഥാനം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നുപോയി. 15 വർഷങ്ങൾക്ക് മുമ്പ്, 14 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഐക്യം എന്നുള്ളത്. പിളർപ്പിന് ശേഷം എങ്ങനെ ഐക്യപ്പെടും? പ്രസ്ഥാനം ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. എന്ത് ചെയ്യും? സഹോദരങ്ങളെ, പ്രവർത്തനത്തിന്റെ കർമ്മവീതിയിൽ ഇഖ്ലാസോടുകൂടി, തൗഹീദോടുകൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുവഹിദുകൾ മക്ക സന്ദർശിച്ച്, മദീന സന്ദർശിച്ച് അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, കുടുംബങ്ങളാണ് റബ്ബേ പിണങ്ങി നിൽക്കുന്നത്, സഹായിക്കണം. മനസ്സുകളിൽ അല്ലാഹു ഇണക്കി ചേർത്തു. ആ വെല്ലുവിളിയെയും ഇസ്ലാഹി പ്രസ്ഥാനം അതിജീവിച്ചു. അറിയണം, നമുക്കിടയിലേക്ക് കടന്നു വന്ന് നമുക്ക് ഏത് കാലത്തും തൗഹീദിന് വേണ്ടിയിട്ടും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും ഇസ്ലാഹിന് വേണ്ടിയിട്ടും ശക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നേടിയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി ജീവിച്ചിരിപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന്, ഇസ്ലാഹി കേരളത്തിന് ഇന്നും തൗഹീദിന് നേർക്ക് വരുന്ന ഒരു മുട്ടുസൂചിയാകട്ടെ. ആ പ്രശ്നങ്ങളെ പോലും കീറി മുറിച്ച് പഠിക്കുന്ന എടവണ്ണ അബ്ദുസലാം സുല്ലമി, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയൊന്നും മറന്നുപോയിക്കൊണ്ട് നമുക്കൊരു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ വെല്ലുവിളിയെ കൂടി അതിജീവിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ന് ഏറെ ഉന്നതിയിലാണ്. നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? ആ മഹാന്മാർ വഴിതെളിച്ചു കൊണ്ടുപോയിട്ടുള്ള ആത്മീയ വിശുദ്ധിയുണ്ട്, രഹസ്യ ജീവിതത്തിൽ നിഷ്കളങ്കതയുണ്ട്. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാക്കിയിട്ടുള്ള ആ മഹാന്മാരുടെ ജീവിതം കണ്ടുപിടിക്കുന്ന നമ്മളാണ് പ്രവാചകന്റെ സുന്നത്തുകളെ ആളുകൾക്ക് മുമ്പിൽ പച്ച മലയാളത്തിൽ വരച്ചു കാട്ടി കേരളക്കരയെ പഠിപ്പിച്ചു കൊടുത്തത്. ആ സുന്നത്തുകൾ, അതേ ആസാറുകൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ കാണിക്കുവാൻ പറഞ്ഞു കൊടുത്തതും നമ്മളാണ്. ഏറ്റെടുത്തുകൊണ്ട് ആ മഹാന്മാർ സഞ്ചരിച്ച വഴിത്താരയിൽ നമ്മളും സഞ്ചരിക്കാൻ അവർ രക്തം കൊടുത്തു, അവർ മാംസം കൊടുത്തു, അവർ ജീവൻ കൊടുത്തു, കുടുംബങ്ങളെ കൊടുത്തു. നമ്മളും എന്തെങ്കിലും ഒക്കെ കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട്, സജ്ജമായിക്കൊണ്ട് മുമ്പോട്ട് കടന്നു വരണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഖതീഫ് ജാലിയാത്തിലെ മുദീറുദ് ദഅവ ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് അൽ കഹ്താനിയാണ് ഇനി നമ്മോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരവും അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു പരിഭാഷയും മാത്രമാണ് ഈ സെഷനിൽ ഇനി അവസാനമുള്ളത്. അത് കഴിയുന്നത് വരെ എല്ലാ സഹോദരന്മാരും ഈ സദസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ونحن جالية الملبارية يعملون في محافظة القطيف، ونرحب الشيخ عبد الله محمد القحطاني مدير الدعوة للجالية القطيف، والأخ والشيخ عمر الشريحي مسؤول المكاتب الدعوة في جالية القطيف، والشيخ فهد القحطاني. نرحب بكم جميعا إلى هذا البرنامج العلمي، وإنه سرور لنا بحضوركم. وتفضل يا شيخ لإلقاء كلمتكم. الحمد لله رب العالمين،
وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه الطيبين الطاهرين. أما بعد، أنا سعيد جدا جدا بتواجدي وحضوري بين إخواني من الجالية الملبارية، والذين أسأل الله عز وجل أن يوفقهم وأن يكتب خطاهم وأن يكتب أجرهم. تركوا أشغالهم وتركوا أعمالهم كله لأجل هذا اللقاء العلمي الذي أسأل الله عز وجل أن يجزي القائمين على هذا البرنامج خير الجزاء، وأن يكتب أجرهم وأن يبارك لهم في أموالهم وأولادهم. بداية أتقدم بالشكر بعد شكر الله عز وجل على تيسير هذا اللقاء الرائع والجميل جدا. أتقدم بالشكر للشيخ الداعية محمد أدريس على هذا التنظيم وفريق عمله الذين يعملون معه على هذا الترتيب الرائع. كما أتقدم بالشكر الجزيل للإخوة الدعاة الذين استجابوا لهذا اللقاء مع أخيهم الشيخ محمد أدريس، وهم عبد الناصر المدني، وكذلك الشيخ عبيد الله الصلاحي، والشيخ قدرة الله الندوي. أسأل الله عز وجل أن ينفع بعلمهم وأن يبارك في جهودهم وأن يسدد على الحق خطاهم. كلنا نعرف ونعلم خدمة هذا الدين العظيم. كل شخص منا عليه جهد كبير في الدعوة إلى الله عز وجل وخدمة هذا الدين. منا من يدعو بالقلم، ومنا من يدعو بالمنبر، ومنا من يدعو بالدعوة عبر الوسائل التواصل الاجتماعي. فخدمة هذا الدين شرف لنا جميعا أن نكون وأن نخدم هذا الدين العظيم حتى يصل إلى العالم أجمع. فتواجد الإخوة والجالية الملبارية في هذا المكان الطيب المبارك لهو دليل حب هؤلاء الإخوة والأخوات المتواجدين في هذا المكان، حبهم لهذا الخير العظيم وحرصهم على تعلم ما يفيدهم وما ينفعهم في دينهم ودنياهم. فخدمة دين الله عز وجل شرف لنا جميعا، ونحن في مكتب القطيف نتشرف بهذه اللقاءات. وأقول إن أردتم مثل هذا اللقاء أن يقام بين الفترة والأخرى لهو من دواعي سرورنا، ونحن مستعدون بإذن الله عز وجل فيما يخدم دين الله عز وجل ورسالة نبيه صلى الله عليه وسلم. فنحن مستعدون أن نقدم ما نستطيع بإذن الله عز وجل للاستفادة في مثل هذه الملتقيات، التي أسأل الله عز وجل أن يبارك في الإخوة الدعاة وأن يكتب أجرهم وأن يشكر سعيهم وأن يوفق القائمين على هذا اللقاء وأن يجزيهم عنا خير الجزاء، إنه ولي ذلك والقادر عليه. وأختم بسعادتي مرة أخرى بتواجدي بين الإخوة في الجالية الملبارية. أسأل الله عز وجل لهم التوفيق والسداد وأن يكتب أجر الجميع. وآخر دعوانا أن الحمد لله رب العالمين، وصلى الله وسلم على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, നിങ്ങളെ ഈ അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ കണ്ടതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി ഇവിടെ ഒരുക്കിയ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അതിൻ്റെ വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിച്ച് ഇൽമിയായ വിജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയ അബ്ദുൽ നാസർ അൽ മദനി, ഉബൈദുള്ള അസ്സലാഹി, ഖുദ്റത്തുള്ള നദവി തുടങ്ങിയ സഹോദരന്മാർക്ക്, ദാഇകൾക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാം ദീനിൻ്റെ പ്രബോധനം എന്നുള്ളത് അത് നമുക്കെല്ലാവരുടെയും അഭിമാനമാണ്. ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് പ്രബോധനം നടത്തുന്നത്. എഴുതിക്കൊണ്ട് പ്രബോധനം നടത്തുന്നവരുണ്ട്, പ്രസംഗിച്ച് പ്രബോധനം നടത്തുന്നവരുണ്ട്, മിമ്പറുകളിൽ ഖുതുബ നടത്തി പ്രബോധനം നടത്തുന്നവരുണ്ട്, തവാസുറുൽ ഇജ്തിമായി പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന സഹോദരന്മാരുണ്ട്. കാരണം ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ ഇസ്സത്താണ്, നമ്മുടെ പ്രതാപമാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ ദീൻ ഈ ലോകത്താകമാനം പടരുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഈ ഖതീഫ് ദഅവയുടെ ഒരു മുദീർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതുകൊണ്ട് ഈ ഖതീഫ് ജാലിയാത്ത് ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് എല്ലാ സന്തോഷവും പകർന്ന് നിങ്ങൾക്ക് നൽകുന്നു. ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇത്തരം പരിപാടികൾക്കും ഇത്തരം കൂട്ടായ്മകൾക്കും ഈ സംവിധാനങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വനഷ്കുറു ഷേഖ് ലി കലിമത്തിഹി വനഷ്കുറുക്കും വജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.